അസുഖം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ തന്നെയാണ്. ഒരുപക്ഷെ ക്യാൻസർ കാരണം ഉണ്ടാകാവുന്ന സിംറ്റംസിൻ്റെ കാഠിന്യമോ അല്ലെങ്കിൽ ക്യാൻസർ കാരണം ഉണ്ടാകാവുന്ന മരണത്തിൻ്റെ ഭീകരതയോ ഒക്കെ ആയിരിക്കാം അതിന് കാരണം. ഏതായാലും പല ക്യാൻസറുകളും നമ്മൾ കുറേ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതശൈലികൾ ക്രമീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ ചിട്ടകളും ക്രമങ്ങളും ഒക്കെ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രിവെൻറ്റബിൾ ആണ് എന്നാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ തോമസ് വർഗീസ് ആണ്. അദ്ദേഹം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജനാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ തോമസ്. ഡോക്ടർ, ഞാൻ പറഞ്ഞു നമ്മുടെ വിഷയം ക്യാൻസറാണ്. പ്രധാനമായും ആമാശയത്തിൽ വരുന്ന ക്യാൻസറാണ് നമ്മുടെ വിഷയം. ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ പല ക്യാൻസറുകളും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണെന്നും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി ക്യാൻസറും നമുക്ക് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാമെന്നും ഒക്കെ ഇപ്പോൾ മോഡേൺ സയൻസ് പറഞ്ഞു വരുന്നു. നമുക്ക് ഈ ആമാശയത്തിലെ ക്യാൻസറിന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ആമാശയത്തിലെ ക്യാൻസർ ഇപ്പോൾ ലോകത്തിലെ സിനാരിയോയിൽ എവിടെ നിൽക്കുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഒരു 10-15 വർഷം അല്ലെ 20 വർഷം മുമ്പ് നമ്മളുള്ള സ്ഥിതിവിവര കണക്കിലെടുക്കുകയാണെങ്കിൽ ലോകത്തിൽ വളരെ കോമൺ ആയിട്ട് സർവ്വസാധാരണമായിട്ട് കണ്ടിരുന്ന ഒരു ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് ആമാശയ ക്യാൻസറിനെ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ക്യാൻസേഴ്സ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെഫ്രിജറേഷൻ ഓഫ് വെജിറ്റബിൾസ്, അതായത് ഭക്ഷണം നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള വെജിറ്റബിൾസ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് താഴ്ന്ന ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതുമൂലം ആഫ്റ്റർ ഇമ്പാക്റ്റ് കണ്ടത് ആമാശയ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കുറയുന്നതായിട്ട് കാണുന്നു വേൾഡ് ഓവർ. അതിൻ്റെ പുറകിലുള്ള കാരണം ആമാശയ ക്യാൻസറിന് ഇന്ന് മനസ്സിലാക്കപ്പെടുന്ന പ്രധാന ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഒരു ബാക്ടീരിയയ്ക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു പുതിയൊരു അറിവാണ്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഗ്യാസ്ട്രിക് അൾസറാണ് ഈ ഹെലിക്കോബാക്ടർ ഉണ്ടാക്കുന്നതാണ്. ഇന്ന് അങ്ങനെയല്ല, ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന ഏജന്റാണ് ഹെലിക്കോബാക്ടർ പൈലോറി. അപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് ഫുഡ്, വെള്ളം, ശുദ്ധമായ ജലം, ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത സംഗതി ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റൊമക് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ സാധിക്കും. അതൊരു വലിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ റെഫ്രിജറേഷൻ്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപകമായ ഉപയോഗം ഒരുപക്ഷെ ഇതിൻ്റെ ഇൻസിഡൻസിനെ കുറയ്ക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം അകത്ത് വെച്ചു, ഫ്രിഡ്ജ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജ് അതേ ടെമ്പറേച്ചറിൽ അങ്ങനെ സൂക്ഷിച്ചാലേ അതുകൊണ്ട് ഗുണമുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യണം. അതേസമയം ഇപ്പം നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെ ഇവിടെ പറയുന്ന ഒരു വലിയൊരു ക്യാമ്പയിനിങ് ആണ് കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ 2 മണിക്കൂർ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടൂ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ് തന്നെയുണ്ട്. സർക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ഈ പറയുന്ന ഒരു ഇതുമായിട്ട് അത് യോജിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ പറയുന്നതിന് മുമ്പേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുക്കുക. ഈ ഓഫ് ചെയ്യേണ്ട 2 മണിക്കൂർ ഫ്രിഡ്ജ് തുറക്കാതിരിക്കുക. അതേ ടെമ്പറേച്ചറിൽ അതേ സംഗതിയിൽ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏതായാലും നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ഇത് ഓഫ് ആക്കിയിടുന്നത്, അല്ലെങ്കിൽ നിർത്തിയിടുന്നത്. ആ സമയത്ത് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യേണ്ട സാധനങ്ങളും ആവശ്യമുള്ള സംഗതികളൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ കാണുന്ന മാർക്കറ്റിലൊക്കെ പോയി സാധനം വാങ്ങിക്കുന്ന പോലെ സിസ്റ്റം അല്ല. ഇപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ ഒക്കെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ശീതീകരിച്ച സ്ഥലങ്ങളിലാണ് വെജിറ്റബിൾസ് വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ ഒരു പ്രിൻസിപ്പിൾ ഇപ്പോൾ എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത് കേടാകത്തില്ല, ഭക്ഷണ സാധനങ്ങൾ കേടാകില്ല. 2, ഈ ഇതുപോലുള്ള ബാക്ടീരിയക്കൊന്നും ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കില്ല. ഈ തണുപ്പുള്ള ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. എവിടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും ഓൾ വെജിറ്റബിൾസ് വിൽ ബി ഇൻ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഈ ആമാശയത്തിലെ ക്യാൻസറിലേക്കും തിരിച്ചു വരികയാണെങ്കിൽ ഈ ആമാശയത്തിലെ ക്യാൻസർ ഒരുപക്ഷെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു സംഗതിയാണ്. പല സിംറ്റംസും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകാം, അല്ലെ? വളരെ മൈൽഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന സിംറ്റംസ് ഒരുപക്ഷെ ഭാവിയിൽ ഇതിലേക്ക് വന്നേക്കാം. ഭാവിയിലല്ല, അത് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. അതെ. അപ്പൊ ആ ലക്ഷണങ്ങളെ കുറിച്ച് ഏറ്റവും കുറഞ്ഞത് മുതൽ ഏറ്റവും കൂടിയത് വരെ വരാവുന്ന രീതിയിലൊന്ന് പറയാമോ? യെസ്. സർവ്വസാധാരണമായി നമ്മൾ എല്ലാവരും കടയിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു അവയവമാണ് സ്റ്റൊമക് ക്യാൻസർ. എന്ത് പ്രശ്നം ഉണ്ടായാലും പോയി ഒരു ജലൂസിൽ വാങ്ങിച്ച് കഴിക്കുക, ഒരു പാൻഡോസിൽ വാങ്ങിച്ച് കഴിക്കുക, അതോടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്നൊരു ധാരണയുണ്ട്. അതായത് ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ അസിഡിറ്റി, ഡിസ്പെപ്സിയ എന്നൊക്കെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പറയുന്ന സാധനങ്ങൾ. അതായത് നമ്മൾ കാര്യകാരണം മനസ്സിലാക്കാതെ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സിംറ്റംസ് ആണ് സാധാരണ കാണുന്നത്. പലപ്പോഴും ക്യാൻസറിൻ്റെ സിംറ്റംസും ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളുടെ സിംറ്റംസൊക്കെ ഒരുപോലെ ആയിരിക്കും. പെയിൻ, ചെറിയ വേദന, വളരെ ചെറിയ ആസിഡിറ്റി പോലുള്ള ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, പിന്നെ ഒരു നെഞ്ചരിച്ചിൽ, ഇതൊക്കെ ഒരു ലക്ഷണങ്ങളായിരിക്കും. എന്നാൽ സിവിയറായ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ പിക്ചർ മുഴുവൻ മാറും. കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന, ഭക്ഷണം ഇറക്കാനുള്ള വിഷമം, പലപ്പോഴും ഹെമറ്റമിസിസ്, അതായത് ബ്ലഡ് വരെ വൊമിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പല സിംറ്റംസോട് എത്തിക്കഴിയുമ്പോഴേക്ക് ട്യൂമർ ഏതാണ്ടൊക്കെ ഒരു ലെവലിലോട്ട് എത്തിക്കഴിയും.
40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ, പുരുഷനായാലും സ്ത്രീ ആയാലും, ഇതുപോലുള്ള വേഗ് സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൻഡോസ്കോപ്പി ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത്. സോ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. പിന്നെ നിസ്സാര പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനി ഹെലിക്കോബാക്ടർ പൈലോറി ഉണ്ടാകുന്ന അസിഡിക് ചേഞ്ചസ് ഒക്കെ ആണെങ്കിൽ ഈ ബാക്ടീരിയ ട്രീറ്റ് ചെയ്യാൻ നമുക്കൊരു അവസരമാണ്. കണ്ടുപിടിച്ച് ഈ ബാക്ടീരിയക്ക് നിസ്സാര വളരെ തുച്ഛമായ ചിലവ് 10, 300, 400 രൂപ കൊണ്ട് ബാക്ടീരിയ നമുക്ക് നശിപ്പിക്കാം. അപ്പോൾ ഒരു ക്യാൻസർ മാത്രം പോവല്ല, സിറ്റുവേഷനും മാറും. ഒരു എൻഡോസ്കോപ്പി അപ്പം തീർച്ചയായിട്ടും ആവശ്യമാണ്. എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ട അത്യാവശ്യമാണ്. ഈ എന്തുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു എച്ച് പൈലോറി ആണ്, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാവുന്നത് പറഞ്ഞു. അത് മാത്രമായിരിക്കില്ലല്ലോ, വേറെ കാരണങ്ങൾ. ഒരു കാരണമാവുന്നുള്ളൂ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാരണമാവുന്നുള്ളൂ. ഇനിയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആൽക്കഹോൾ, മദ്യം ഒരു വലിയൊരു ഫാക്ടറാണ്. 2, ടൊബാക്കോ. ശരീരത്തിലുള്ള എല്ലാ ക്യാൻസറുകൾക്കും ഒരു രീതിയിൽ വേറെ രീതിയിൽ ടൊബാക്കോ ഒരു കോസറ്റീവ് ഫാക്ടർ. അത് പാൻ കഴിച്ച് ഇറക്കുന്നവരായിരിക്കും, പുകവലിക്കുന്നതായിരിക്കാം, ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ പലപ്പോഴും പേഷ്യൻസ് ഒന്ന് എന്നോട് പറയാറുണ്ട്, ഡോക്ടറെ ഫീമെയിൽസ് സ്ത്രീകൾക്കിടയിലും സ്റ്റൊമക് ക്യാൻസർ വളരെ കോമണാണ്. പുകവലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, ഇതൊന്നുമില്ല ഡോക്ടർ, പിന്നെ എങ്ങനെ ക്യാൻസർ വന്നു? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണത്തിന് ക്യാൻസറിനോട് ഭയങ്കര ബന്ധമുണ്ട്, അഭേദ്യമായ മദ്യപിക്കാതെ അത് വേറെ കാര്യം അല്ല. നമ്മുടെ ഒരു കൾച്ചർ എടുക്കുവാണെങ്കിൽ അങ്ങനെയല്ല. അപ്പം ഫാറ്റി ഫുഡ്, ഭക്ഷണത്തിനകത്ത് കൊഴുപ്പ് കൂടുതൽ കലർന്ന ഫുഡിന്. 2, ലാക്ക് ഓഫ് എക്സസൈസ്. നമുക്ക് ആർക്കും ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമേ അല്ല. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും നമ്മൾ നല്ല പോർട്ടബിൾ വാട്ടർ, ശുദ്ധമായ ജലം ഉപയോഗിക്കുകയും ടെമ്പറേച്ചറിലുള്ള നല്ല രീതിയിൽ ഭക്ഷണം മെയിൻറ്റെയിൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പച്ചക്കറികൾ ഉപയോഗിക്കുകയും അതുപോലെ നമ്മുടെ കാലറി, നമ്മുടെ ഈ ഇത്ര കാലറി അകത്ത് പോയാൽ ഇത്ര കാലറി നമ്മൾ ബേൺ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ അടുക്കും ചിട്ടയോടെ പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പല ക്യാൻസറിനെയും തടയാൻ സാധിക്കും. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്ന സ്റ്റൊമക് ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ ജി ജംഗ്ഷൻ ട്യൂമർ എന്ന് പറയും. അതായത് ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിൽ വരുന്ന വരാനുള്ള ഏരിയയിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ക്യാൻസർ കാണുന്നുണ്ട്. പലപ്പോഴും ഇത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ഇത്ര നിശ്ചിത സമയം നമ്മുടെ ആമാശയത്തിന് റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമാണ്. 11 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 11:30 ഉറങ്ങുന്ന വ്യക്തി, ഈ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ ആമാശയം ശരിക്കും മെക്കാനിക്കലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഈ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫ്ലാറ്റായിട്ട് കിടക്കുമ്പോൾ ആസിഡ് മുഴുവനും ഇങ്ങനെ കയറി മുകളിലേക്ക് വന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവും. ഈ നെഞ്ചരിച്ചിലുണ്ടായിക്കൊണ്ടിരുന്ന കാരണം ഒരിക്കലും എക്സ്പോസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് ഈസോഫാഗസ്, ഈ ആസിഡുമായിട്ട്. അപ്പോൾ ഈ ആസിഡ് മുകളിൽ കയറി കഴിയുമ്പോൾ അതിന് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അത് പ്രതികരിക്കാൻ തുടങ്ങും. ഈ പ്രതികരണം എന്ന് പറയുന്നത് നോർമലി നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ട് കാണുന്ന ഈസോഫാഗസിലുള്ള ഇന്നർ ലെയർ മാറിയിട്ട് സ്റ്റൊമക്കുമായിട്ട് ബന്ധം രീതിയിലുള്ള ചേഞ്ച് ആയി കഴിയും. അത് ക്യാൻസറിന്റെ കാരണമായിട്ട് മാറും. അപ്പോൾ ഫുഡിന്റെ സ്റ്റൈലും അതും ഭയങ്കര പ്രധാനമായ കാര്യമാണ്. ഓക്കെ ഡോക്ടർ, തിരിച്ചു വരാം. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഇതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. എച്ച് പൈലോറി ആണെന്ന് പറഞ്ഞു, അതുപോലെ ആഹാരം കഴിക്കുന്നതിന്റെ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം പറഞ്ഞു, സ്റ്റൊമക്കിന് റെസ്റ്റ് കൊടുക്കേണ്ടതിന്റെ എസെൻഷ്യൽ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ? ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ പറഞ്ഞു. ഈ മരുന്നുകളുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം എന്ന് പറയാവുന്ന ഒരു കാരണമാവാമോ? തീർച്ചയായിട്ടും. ഹൈപ്പർ അസിഡിറ്റി ഒരു ഫാക്ടറാണ്. അതുപോലെ പ്രോപ്പർ ഡൈജഷൻ ഒരു ഫാക്ടറാണ്. പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ എത്ര ഗ്യാപ്പ് കൊടുക്കണം ആഹാരം കഴിച്ച് ഉറങ്ങുന്നതോ അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ? മിനിമം 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്ത് സേഫായി സ്മൂത്തായിട്ട് നമ്മുടെ സ്റ്റൊമക്ക് എംറ്റി ആയിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കുള്ളൂ. അത് മസ്റ്റാണ്. എല്ലാവരും അങ്ങനെ ചെയ്തിരിക്കേണ്ടതായിട്ട് ആവശ്യമായ കാര്യമാണ്. ഇനി ഒരു കാരണം കൂടെ ഞാൻ പറയാനുള്ളത്, ജനറ്റിക്, പരമ്പരാഗതമായിട്ടുള്ള ചില ഫാക്ടേഴ്സും സ്റ്റൊമക് ക്യാൻസറിന് കാരണമാവുമെന്നാണ് ആധുനിക പഠനങ്ങൾ നമ്മളെ കാണിക്കുന്നത്. അതായത് ഈ ജനറ്റിക്സിനൊരു സ്ഥാനമുണ്ട് ഇതിനകത്ത്, പാരമ്പര്യത്തിന്. നമ്മുടെ ഫാമിലിയിൽ മേലോട്ട് ക്യാൻസർ ഏതെങ്കിലും വിഭാഗത്ത് ക്യാൻസർ ഉള്ള ഒരാളാണെങ്കിൽ ഉണ്ടെങ്കിൽ, ഇപ്പം അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണോ? അല്ല, മൾട്ടി ക്യാൻസർ സിൻഡ്രോംസ് ഉണ്ട്. പല 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 സൈറ്റുകളിലുള്ള ക്യാൻസറിന് അത് സ്റ്റൊമക് ക്യാൻസർ ഇൻക്ലൂഡ് ആയിട്ട് വരും. അപ്പം ജനറ്റിക്സ് ഇന്ന് എല്ലാ ക്യാൻസറിന്റെ ഒരു ഫാക്ടറായിട്ടാണ് ഇന്ന് കണ്ടെത്തുന്നത്. പല പല ക്യാൻസർ പോലെ സ്റ്റൊമക് ക്യാൻസറും ഒരു ജനറ്റിക്കലി ഒരു ഡ്രിവൺ ക്യാൻസറായിട്ടാണ് കരുതുന്നത്. ഇപ്പൊ ഈ ഇത്രയും കുറെ സിംറ്റംസ് പറഞ്ഞല്ലോ, അങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സിംറ്റംസോ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിംറ്റംസോ ആയിട്ടൊരു പേഷ്യന്റിനെ കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ആ പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ അപ്രോച്ച് ടു എ ഡിസീസ്, അപ്രോച്ച് ടു എ പ്രോബ്ലം, എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി ഉണ്ടാവും. പുസ്തകത്തിൽ പലതും എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ വ്യക്തിയുടെ ആ സമയത്തെ
സിംറ്റംസിൻ്റെ കാഠിന്യം, അതിൻ്റെ എത്ര നാളത്തെ ഡ്യൂറേഷൻ, ഇതെല്ലാം വെച്ചാണ് നമ്മൾ ഓക്കെ ഈ ആളിന് ഇന്ന പ്രോബബിലിറ്റി ഉണ്ടായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാത്ത അവയവങ്ങളിൽ എപ്പോഴും നമ്മൾ സിംറ്റംസിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. പുറമേ കാണുന്നതൊക്കെ നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റൊമക്ക് ക്യാൻസർ ആവുകയാണെങ്കിൽ അത് ബിഗിനിങ് സ്റ്റേജ് ആവാം, ലോക്കലി അഡ്വാൻസ് സിറ്റുവേഷൻ ആവാം, അത് അഡ്വാൻസ് സിറ്റുവേഷൻ ആകാം. അപ്പോൾ ഓരോ സിംറ്റമറ്റോളജി അനുസരിച്ച് നമ്മൾ നിശ്ചയിക്കും ഓക്കെ ഈ രോഗികൾക്ക് ഈ അസുഖം ആദ്യം അറിയേണ്ടത് ശരിക്കും സ്റ്റൊമക്കിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് ഏറ്റവും ആവശ്യമായ സംഗതി ഒരു എൻഡോസ്കോപ്പിയാണ്. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ സ്ക്രീനിനകത്ത് നമ്മുടെ ആമാശയത്തിലുള്ള ഓരോ ഭാഗങ്ങളും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻഡോസ്കോപ്പിയിൽ നമ്മളിപ്പോൾ സപ്പോസ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മളതിനെ ബയോപ്സി എടുക്കും. അതിന് പല ഭാഗത്തു നിന്നും ബയോപ്സി എടുത്തിട്ട് അത് പരിശോധനയ്ക്ക് അയക്കും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമുക്കറിയേണ്ട ആവശ്യം പലപ്പോഴും ഈ ലൂമിനൽ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് നമ്മുടെ ശരീരത്തിൽ പല പല അവയവങ്ങളുണ്ട്. ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂട്രസ് ഉണ്ട്, റെക്ടം ഉണ്ട്. ഇതെല്ലാം ഈ ട്യൂബുലാർ സ്ട്രക്ചേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ ക്യാൻസർ ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ ഇരിക്കുകയാണോ, അവിടുന്ന് അതിൻ്റെ ഭിത്തി ഭേദിച്ചിട്ട് അതിൻ്റെ മറ്റ് അബ്ഡമനകത്തോട്ട് വയറിനുള്ളിലേക്ക് അത് വ്യാപിച്ചോ ഇല്ലയോ, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. ഒരു അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏതാണ്ട് രൂപം കിട്ടും. ഇതിനുശേഷം വീണ്ടും നമുക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ട്യൂമർ മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ബേസിക് സംഗതി എന്ന് പറയുന്ന ഒരു CT സ്കാനാണ്. ഇപ്പോൾ CT സ്കാൻ നമുക്ക് ചില ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരും. ഈ ട്യൂമർ അവിടെ സ്റ്റൊമക്കിൽ മാത്രമേ ഉള്ളൂ, ഇത് ലിവറിലൊന്നും പോയിട്ടില്ല, ഇല്ലെങ്കിൽ മറ്റ് പല ഭാഗങ്ങൾ സംശയാസ്പദമായ സംഗതി ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമ്മളിതിനെ ലിമിറ്റഡ് ഡിസീസാണോ ഡിസെമിനേറ്റഡ് ഡിസീസാണെന്ന് അറിയണം. അതായത് അവിടെ മാത്രമേ ഉള്ളൂ, അത് എല്ലാ ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ട്. അതായത് ആമാശയ ക്യാൻസറിന് ലിവറിൽ പോകാം, അതിന് ലങ്സിൽ പോകാം, അബ്ഡമനകത്തുള്ള എല്ലാ അവയവങ്ങളിലേക്കും അതിന് സ്പ്രെഡ് ആവാം. ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഓവറിലോട്ട് പോയി സ്പ്രെഡ് ചെയ്യാം, ബോൺസിനകത്ത് സ്പ്രെഡ് ചെയ്യാം, ലങ്ങിനകത്ത് സ്പ്രെഡ് ചെയ്യാം, അതുപോലെ പരോട്ടറി ഗ്ലാൻഡ് എങ്ങോട്ട് വേണമെങ്കിലും പോകാവുന്ന ഒരു ക്യാൻസറാണ് സ്റ്റൊമക്ക് ക്യാൻസർ. അത്ര അഗ്രസീവ് ക്യാൻസറാണ് സ്റ്റൊമക്ക് ക്യാൻസർ. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഇത് ലോക്കലി അഡ്വാൻസ്ഡ് ആണോ, ലോക്കലാണോ, എല്ലായിടവും പോയിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആധുനിക ട്രീറ്റ്മെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പെറ്റ് സ്കാനാണ്. പെറ്റ് സ്കാൻ എന്ന് വെച്ചാൽ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഇത് ഒരു ഹോൾ ബോഡി സ്കാനാണ്. അപ്പോൾ എവിടെയെങ്കിലും സംശയമായ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഡോക്ടർക്ക് അറിയാമല്ലോ, ഏത് അസുഖത്തിൻ്റെയും കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം. ഡയഗ്നോസിസ് ഈസ് ദ കോർണർ സ്റ്റോൺ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കൂ. ഡോക്ടർ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ പല ക്യാൻസറുകൾക്കും ട്യൂമർ മാർക്കേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം PSA നമ്മൾ പ്രോസ്റ്റേറ്റിന് നോക്കുന്നു, അല്ലെങ്കിൽ AFP നോക്കുന്നു, നമ്മൾ ലിവറിന് നോക്കുന്നു. അതുപോലെ തന്നെ ബ്രസ്റ്റിന് ട്യൂമർ മാർക്കർ ഉണ്ട്. അതുപോലെ ഒരു സ്റ്റൊമക് ക്യാൻസറിന് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ട്യൂമർ മാർക്കർ ഉണ്ടോ? ട്യൂമർ മാർക്കർ ഇല്ല, പക്ഷേ നമുക്ക് പത്തോളജിയിൽ ചില പ്രത്യേകതരം ജനറ്റിക് വേരിയേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആധുനികമായിട്ടുള്ള പല ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൽ കാണുന്ന പോലെ HER, ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ അതിലുണ്ടോന്ന്. കാര്യം ഇത് രണ്ട് കാറ്റഗറിയാണ്. രണ്ടും ബയോളജിക്കലി വ്യത്യസ്തമായ ക്യാൻസറുകളാണ്. HER2 പോസിറ്റീവ് ക്യാൻസറിന് നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും അതിന് ആൻറ്റിഡോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്ററിനെ ആൻറ്റഗണൈസ് ബ്ലോക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ വിതിൻ ഷോർട്ട് ടൈം 3 to 6 months റെക്കറൻസ് വരും, പേഷ്യന്റ് മരിക്കും. ആദ്യം അതിനെ ബ്ലോക്ക് ചെയ്യണം. കറക്റ്റ്. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതായത് പറഞ്ഞത് കറക്റ്റ് ഡയഗ്നോസിസ് ഇന്ന് കേരളത്തിൽ പല സെന്ററുകളിലും എത്ര വലിയ പേഷ്യൻസിനെ കാണുന്ന സെന്ററിൽ പോലും ഈ ടെസ്റ്റ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ അബ്രോഡിലൊക്കെ ഉള്ള മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം ഇതാണിന്ന് ഫസ്റ്റ് ചെയ്യുന്ന എല്ലാവരും. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഈ ഏത് കാറ്റഗറി പെടുന്ന ക്യാൻസറാണ്, എന്താണ് ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചില പത്തോളജി നമ്മൾ ക്ലിയർ സെൽ ക്യാൻസർ എന്ന് പറയും. ക്ലിയർ സെൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ 100% റെക്കറൻസ്, 100% ഡെത്ത് ഇൻ ഷോർട്ട് ടൈം. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ഇന്ന പേഷ്യൻസ് ഇന്ന ആൾക്ക് പോയി ചെന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നല്ല. എൻ്റെ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ കീമോതെറാപ്പി കൊടുത്തില്ലേ പോലും രക്ഷപ്പെടാവുന്ന ക്യാൻസർ ഉണ്ട്. അങ്ങനെയുണ്ട്. ഇതൊരു വലിയൊരു കൺഗ്ലോമറേറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിസീസസ് ആണ്. സ്റ്റൊമക് ക്യാൻസർ അല്ല, പല ക്യാൻസറുകളും. അപ്പോൾ അതിലെ ഏത് കാറ്റഗറി പെടുന്നു. ഉദാഹരണത്തിന് ചില സിറ്റുവേഷനിൽ ബ്രസ്റ്റ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 90% ക്യാൻസറുകളും കീമോതെറാപ്പി കൊടുത്തില്ലെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. 10% മതി. ഈ 90% അൺവാണ്ടഡ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷെ നമുക്കറിയില്ല ആർക്കാണ് ഈ 90% പെടുന്നത്, 10% പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്.
എന്ന് പറഞ്ഞ പോലെ സ്റ്റൊമക് ക്യാൻസറിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് ടൈപ്പാണ്, എവിടെയാണ്, എത്ര വലിപ്പമുണ്ട്, ബിഹേവിയർ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം സ്റ്റൊമക് ക്യാൻസർ ആണ്, സാധാരണഗതിയിൽ ഡോക്ടർ ഒരു സർജനാണ്, അപ്പം നാച്ചുറലി ഒരു സർജറിക്കൽ ഓപ്ഷനെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുക. എന്നാലും ഇങ്ങനത്തെ പേഷ്യൻസിന് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. സർജറി അല്ലാതെ ഞാൻ സർജനേക്കാട്ട് ഉപരിയായിട്ട് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആണ്. ക്യാൻസറിനെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഓങ്കോളജി സർജൻ. അതായത് ക്യാൻസറിന്റെ ലെവല്, സ്റ്റേജ്, സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കിയ ശേഷം എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് അല്ല, ഏർലിയസ്റ്റ് ഫേസ് ആയിട്ടിരിക്കുന്ന ഡിസീസ് കണ്ടുപിടിക്കാൻ സാധിച്ചെങ്കിൽ, ഇപ്പൊ ജാപ്പനീസ് വേൾഡ്, ഇപ്പൊ ജപ്പാനിലാണെങ്കിൽ എല്ലാ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും മാൻഡേറ്ററി ആയിട്ട് എൻഡോസ്കോപ്പി ചെയ്തിരിക്കണം നിയമമുണ്ട്. അതുകൊണ്ട് അവരൊരു നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കും, വളരെ ഏർലി. അവിടെ ഓപ്പൺ സർജറി പോലും ഇല്ല, എൻഡോസ്കോപ്പി വഴി സർജറി ചെയ്യാൻ പറ്റുന്ന പുതിയ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേര് ട്രാൻസ് എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ. എന്ന് വെച്ചാൽ ട്യൂമർ മ്യൂക്കോസായി മാത്രമേ ഉള്ളൂ, അവിടുത്തെ എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മ്യൂക്കോസ മാത്രം മാറ്റി ട്രീറ്റ് ചെയ്യുക. ഇതൊരു പുതിയ പന്ഥാവാണ്. എന്ന് പറഞ്ഞ പോലെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ട്യൂമർ ഏർലി ഫേസ് ആണെങ്കിൽ ട്യൂമറിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച്, മുകളിലുള്ള ട്യൂമറാണോ, ബോഡിയിലുള്ള ട്യൂമറാണോ, ഡിസ്റ്റൽ എൻഡിലുള്ള ട്യൂമറാണോ, അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ഓഫ് സർജറി നിശ്ചയിക്കും. 2, ട്യൂമർ ലോക്കലൈസ്ഡ് ആണോ, സ്റ്റൊമക്കിനുള്ളിൽ മാത്രമാണോ, അതോ പല പല മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് മ്യൂക്കോസ, സിറോസ, ഇങ്ങനെ പല ലെയറുണ്ട്. ഇത് കടന്ന് എവിടെ വരെ എത്തിയെന്ന് നോക്കണം. അത് നമ്മൾ ട്രാൻസ്ലൂമിനൽ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ വേറൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അറിയാൻ സാധിക്കും ഇത് ബേസിക്കലി കൺഫൈൻഡ് ട്യൂമറാണോ അതോ ലോക്കലി അഡ്വാൻസ് ട്യൂമറാണോ. ലോക്കലി അഡ്വാൻസ് ട്യൂമറാണ്, മസിൽ ലെയർ വരെ ട്യൂമർ കടന്നെങ്കിൽ അത് T4 സ്റ്റേജ് 4 ആയി കഴിഞ്ഞു ഓൾറെഡി. അതിനെ ഓപ്പറേറ്റ് ഒരു കാര്യമില്ല, മണ്ടത്തരം ഓപ്പറേറ്റ് ചെയ്യുന്നേ. എത്രയൊക്കെ ഓപ്പറേഷൻ ചെയ്താലും വിതിൻ ഷോർട്ട് ടൈം ഇത് റെക്കറൻസ് വരും. നമുക്കറിയാം, ഇത് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഡൗൺ സ്റ്റേജ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം ഡോക്ടർ, ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഓക്കെ ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ലോക്കലി അഡ്വാൻസ് ട്യൂമർ ആണെങ്കിൽ അതിനെ ഡൗൺ സ്റ്റേജ് ചെയ്തിട്ട് സർജറി ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിശേഷമില്ല. കാര്യം ട്യൂമർ സെൽസ് മ്യൂക്കോസായി കയറി കഴിയുമ്പോഴേക്ക് നമ്മുടെ എല്ലാ ഓർഗൻസിനകത്തും ഇഷ്ടംപോലെ ലിംഫാറ്റിക് നെറ്റ്വർക്ക് ഉണ്ട്. നമ്മുടെ ശരീരം മുഴുവനും ലിംഫാറ്റിക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രം ഐസൊലേറ്റ് എല്ലാ ഓരോ ഇഞ്ചിലും ലിംഫാറ്റിക് ചാനൽസ് ഉണ്ട്. ഇത് നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റീവ് മെക്കാനിസവും വെള്ളത്തിനെയും അതുപോലെ ബാക്കി സംഗതികളെല്ലാം ക്യാരി ചെയ്ത് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റമാണത്. ഇവിടെ ഒരു ട്യൂമർ സെൽസ് കയറി കഴിഞ്ഞാൽ ആ ട്യൂമർ വേഗം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും പോകും. ലിംഫാറ്റിക് സ്പ്രെഡ് ഇത് ആരംഭിച്ചു കഴിയും ഓൾറെഡി. അപ്പം നമ്മൾ എത്ര വിദഗ്ധനായ സർജനാന്ന് പറഞ്ഞാലും ക്യാൻസറിൻ്റെ ഓരോ കോശങ്ങളും പോയി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവം ടെക്നോളജി ഇല്ല. ആസ് എ ക്യാൻസർ സർജൻ ഐ എം ടെല്ലിങ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ. അപ്പോൾ ഇമ്പോസിബിലിറ്റിയെ മനസ്സിലാക്കുക പറയുന്നതാണ് ക്യാൻസർ സർജറിയുടെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ്. കറക്റ്റ്. അത് നമ്മൾ വി ആർ ഹ്യൂമൻ ബീയിങ്സ്. നമുക്കറിയാവുന്നതിൻ്റെ പരിധിക്ക് അപ്പുറമുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ പോയിരിക്കുക. അതിനെ നമ്മൾ എങ്ങനെ തിരിച്ച് വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കുക, ഇതാണ് സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സീക്രട്ട്. അതിലോട്ട് നമ്മൾ എത്തണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ്, സർവൈവൽ പേഷ്യൻറ്റിന് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞു, ഡയഗ്നോസ് ചെയ്തു, അവിടെയൊക്കെ ട്യൂമറുണ്ട്, അത്രയും ഭാഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നേരെ പിടിച്ച് സർജറി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടും അങ്ങനെ ആയിരിക്കും. അതിന് പകരം നമ്മളിതിനെ അസസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഓരോ പ്രശ്നങ്ങളെയും മനസ്സിലാക്കിയ ശേഷം ഓരോ വ്യക്തിക്കും അനുസൃതമായ ട്രീറ്റ്മെൻറ്റ്. ഇതിനൊരു പുതിയ ടെർമിനോളജി ഓങ്കോളജി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. അതൊരു പുതിയ സംഭവമാണ്. പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ആ വ്യക്തിക്ക് അനുസരിച്ച് മാത്രം ആയിരിക്കണം ട്രീറ്റ്മെൻറ്റ്. അത് ഞാൻ പറഞ്ഞ ബുക്കിനകത്ത് പല ചികിത്സകളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ വ്യക്തിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചികിത്സ ഏതാണ് അതായിരിക്കും. അതെല്ലാവരിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോ നോ നോ. ഡോക്ടർ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഡിസ്കഷന്റെ 2 സ്റ്റേജിലായിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടൊന്ന് ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞു ജപ്പാനിലും മറ്റും ഒരു പ്രിവെന്റീവ് അല്ലെങ്കിൽ സ്ക്രീനിങ് പോലെ എൻഡോസ്കോപ്പി ചെയ്യുന്ന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു ഈ H. pylori എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണമാകുന്നതെന്നും അതിനെ തടയാനായിട്ട് ഒരു വളരെ ചെലവ് കുറഞ്ഞ മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് നശിപ്പിച്ച് കളയാനും പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു സ്ക്രീനിങ് ആൻഡ് ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റിലുള്ള ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല? പബ്ലിക് അവയർനെസ് ഇന്ന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഗവൺമെന്റ്, വോളണ്ടറി ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ യൂണിയൻ അഗൈൻസ്റ്റ് ക്യാൻസർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞിരുന്നതാണ് തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെ ഡെവലപ്പിംഗ് നേഷൻസ് നമുക്ക് പൈസ ഇല്ലായിരിക്കുവാണെങ്കിൽ നമ്മൾ അവയർനെസ് ഉണ്ടായിരിക്കണം. അതിന് പൈസ ചിലവൊന്നുമില്ല. അവയർനെസ് ഉണ്ടാക്കി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ ഒരു അസുഖം വന്നാൽ പോലും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. നേരത്തെ കണ്ടുപിടിച്ചാൽ ചിലവുകൾ കുറയും.
നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സിവിയറിറ്റി കുറയും. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ലൈഫ് എക്സ്റ്റൻഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ്, പക്ഷേ ക്യൂർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു അവബോധത്തോടെ നമ്മൾ എത്തണം. അപ്പോൾ ഈ ഒരു പബ്ലിക് അവയർനെസ്സിന്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഈ ഒരു സ്റ്റൊമക് ക്യാൻസർ, നമ്മൾ ഇന്നത്തെ വിഷയം അതാണല്ലോ, സ്റ്റൊമക് ക്യാൻസറിന്റെ ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് നമ്മൾ സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും? നമ്പർ 1, നല്ല വെള്ളം, പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി പ്യുവർ. നമ്പർ 2, ഫുഡ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ക്ലീൻ, നീറ്റ്, വാഷ്ഡ്, നന്നായിട്ട് കഴുകി ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ്. 2, 3, ഫാറ്റി ഫുഡിനെ താഴെ കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. 3, എക്സസൈസ് മാൻഡേറ്ററി. 4, എക്സസൈസ് മാൻഡേറ്ററി. 5, ആൽക്കഹോൾ എടുക്കുന്നവർ ഉപയോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ കുറയ്ക്കുക. പുകവലിയോട് ഗുഡ് ബൈ പറയുക. പിന്നെ സിംറ്റംസ്, സിമ്പിൾ സിംറ്റംസ് വന്നാൽ നേരെ കടയിൽ പോയി ഒരു പാൻറ്റോസിൽ വാങ്ങിച്ച് കഴിക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. കാര്യം പലപ്പോഴും വാർണിംഗ് സിഗ്നൽസ് നമ്മുടെ ഡോറെ വന്ന് മുട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്കത് മനസ്സിലാവണില്ല. അത് ആ സ്ഥാനത്ത് ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു എൻഡോസ്കോപ്പിക്ക് ഇന്ന് വലിയ എല്ലാ ഹോസ്പിറ്റലിലും എൻഡോസ്കോപ്പി ഉണ്ട്. മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസും എൻഡോസ്കോപ്പി ഒരു ഭാഗമാണ്. ഒരു ചെറിയൊരു എൻഡോസ്കോപ്പി അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ദ ഏജ് ഓഫ് 40 ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും, കറക്റ്റായി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ചേഞ്ച് ഓഫ് ഡോക്ടേഴ്സിനും വേണ്ടി അതാണ്. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം? ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 1 year, 1.5 years, 2 years അത് മതി. പക്ഷെ നമുക്ക് വേണ്ടത് ഈവൻ ഡോക്ടേഴ്സ് ഓൾസോ ഷുഡ് ചേഞ്ച്. കാര്യം വന്ന എല്ലാ പേഷ്യൻറ്റും പിടിച്ച് നേരെ സർജറി ചെയ്യുകയല്ല വേണ്ടി, കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് ആർക്ക് ഏത് മെറിറ്റോറിയസ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് കൊടുക്കുന്നതാണ് മോഡേൺ ഓങ്കോളജി. ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഫ്രേസ് ഉപയോഗിച്ചല്ലോ, അതിന്റെ ഒരു സ്ഥാനം ഇന്നത്തെ ഈ പ്രത്യേകിച്ചും ക്യാൻസർ ഓഫ് സ്റ്റൊമക്കിന്റെ ട്രീറ്റ്മെന്റിൽ എവിടെയാണ് വരുന്നത്? ക്യാൻസർ സ്റ്റൊമക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്ന് നല്ല ട്രീറ്റ്മെന്റ് ആദ്യം കൊടുക്കണം. അത് വീണ്ടും റെക്കറൻസ് വരാത്ത രീതിയിലുള്ള കറക്റ്റ് ക്യൂർ ആവുന്ന ട്രീറ്റ്മെന്റ് കിട്ടണം. ഏർലി ഫേസ്. നിർഭാഗ്യവശാൽ ലേറ്റ് സ്റ്റേജ് വരുന്ന പല പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ കുറ്റം ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ആവാം. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ ഒബ്സ്ട്രക്ഷൻ, ബ്ലോക്ക് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ബൈപ്പാസ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. അതിനുശേഷം ഇവർക്ക് ഈ ട്യൂമർ വളരാതിരിക്കാൻ വേണ്ടി മോഡേൺ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കും. ഇതുമല്ലെങ്കിൽ മിനിമം അവർക്ക് പെയിൻ കില്ലേഴ്സ് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കും. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചോടെ വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോടെ ഇറങ്ങപ്പോയിരിക്കുക, ഡിഫിക്കൽട്ടി, പെയിൻ, ഇതിനൊക്കെ നമ്മൾ അലിവിയേറ്റ് ചെയ്യുന്ന സിംറ്റമറ്റോളജി അഡ്വാൻസ് സിറ്റുവേഷനിൽ കൊടുക്കാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് പ്രിവെൻഷൻ, ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ഏർലി ഡയഗ്നോസിസ്, ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ഓപ്റ്റിമം ട്രീറ്റ്മെൻറ്റ്. ഇത്രയും കിട്ടിയെങ്കിൽ മാത്രമേ ഇന്ന് നമുക്കൊരു നല്ല ക്വാളിറ്റി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാലും ഒന്ന് ഒരു ജനറൽ നോളജിന് വേണ്ടി ചോദിക്കുക. ഒരു ക്യാൻസർ, ഇപ്പോൾ സ്റ്റൊമക് ക്യാൻസർ ആവട്ടെ, വേറെ ഏതെങ്കിലും ക്യാൻസർ ആവട്ടെ, അതൊരു ക്യാൻസർ സർജറി ചെയ്യുന്നതും ഒരു ജനറൽ സർജൻ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? വളരെ സിമ്പിൾ. ഇപ്പം താങ്കളുടെ ചോദ്യത്തിൽ ഉത്തരവുണ്ട്. നിങ്ങൾ ചോദിച്ചൊരു ജനറൽ സർജൻ ചെയ്യുന്നതും ഒരു ക്യാൻസർ സർജൻ ചെയ്യുന്നതും. അപ്പോൾ ക്യാൻസർ സർജൻ, ക്യാൻസറിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് ഓങ്കോളജി. ഓങ്കോളജി 3 തരമുണ്ട്. സർജിക്കൽ ഓങ്കോളജി, മെഡിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. മൂന്ന് വ്യത്യസ്തങ്ങളായ ആയുധങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ വേണ്ടിയ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതൊരു കോമ്പിനേഷനാണ്. ഒന്നിന് സുപ്പീരിയർ എന്നൊരു കൺസെപ്റ്റേ ഇല്ല. ഇതൊരു കോംപ്ലിമെൻ്ററി ഡിവിഷൻസ് ആണ്, കോമ്പറ്റേറ്റീവ് ഡിവിഷൻ അല്ല. അത് മനസ്സിലാക്കുന്നത് ഇന്ന് കേരളത്തിലെ ആൾക്കാരും നാട്ടിലെ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കോംപ്ലിമെൻ്ററി ആണ്. അതായത് ക്യാൻസറിൻ്റെ രീതിയിൽ തന്നെ മനസ്സിലാക്കിയ ശേഷം ആ ട്യൂമറിൻ്റെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് ട്രീറ്റ്മെൻറ്റിനകത്തും പേഷ്യൻ്റ് ലൈഫ് കൊടുക്കാൻ സാധിക്കുമോ, പേഷ്യൻ്റ് ക്യൂർ കൊടുക്കാൻ സാധിക്കുമോ, ക്വാളിറ്റി കൊടുക്കാൻ സാധിക്കും. ഇതിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കാർഡിയാക് thoracic സർജൻ ക്യാൻസർ സർജറി ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഫിലോസഫി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എവർ ചേഞ്ചിങ് ഫീൽഡാണ് ഓങ്കോളജി. ഓരോ വർഷവും ആധുനികവും പുതിയതുമായ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ചോദ്യത്തിനുള്ള വ്യത്യാസം. ഇത് നമ്മൾ ഓക്കെ ഡോക്ടർ, നമ്മൾ ഇന്നത്തെ സമയം അവസാനിക്കുന്ന ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. ക്യാൻസർ സ്റ്റൊമക്കിനെ പറ്റി അല്ലെങ്കിൽ ആമാശയത്തിൽ വരുന്ന ക്യാൻസറിനെ കുറിച്ച് ഡോക്ടർ തോമസ് വർഗീസ്, അദ്ദേഹം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജനാണ്. വളരെ വിശദമായിട്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വാർണിംഗ് സിഗ്നൽസിനെ കുറിച്ചും, അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ്, പരിശോധനകൾ കഴിഞ്ഞ് രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലഭ്യമാണ്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുകയുണ്ടായി. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇതേ സമയം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.